മുണ്ടേരി വനത്തിൽ ഇനിയും മൃതദേഹങ്ങൾ ഉണ്ടാകാമെന്ന് സന്നദ്ധ പ്രവർത്തകർ. കണ്ടെത്തിയ മൃതദേഹങ്ങൾ കരയിലേക്ക് എത്തിക്കുന്നതാണ് ഏറെ ദുഷ്കരമെന്നും മുണ്ടേരി പ്ലാന്റേഷൻ ഭാഗത്ത് നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയ യുവാക്കൾ മീഡിയ വണിനോട് പറഞ്ഞു. നിലമ്പൂർ മുണ്ടേരി ഭാഗത്താണ് നമ്മൾ. ഇവിടെ ഈ ചാലിയാറിന്റെ ഭാഗത്ത് പ്ലാന്റേഷൻ ഭാഗത്ത് നിന്ന് അല്പം മുമ്പാണ് ഇപ്പോൾ ഒരു മൃതദേഹവും 2 മൃതദേഹ ശരീരഭാഗങ്ങളും ലഭിച്ചത്. അത് എടുക്കാൻ വേണ്ടി പരിശ്രമിച്ച പ്രവർത്തകരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഏത് ഭാഗത്തുനിന്ന് നമുക്കിപ്പോൾ പ്ലാന്റേഷന്റെ ഏകദേശം മുകളിൽ ഭാഗത്തുനിന്നായിട്ടാണ് ഇപ്പോൾ 2 ബോഡികൾ കിട്ടിയിട്ടുള്ളത്. ഇവിടുന്ന് നിങ്ങൾ ഇതിലോ കടന്നാണോ? അതെ, നീന്തിട്ട് തന്നെ പോയത്. എന്താണ് ഈ പുഴ? നല്ല കുത്തുവയ്ക്കാൻ പുഴ, വെള്ളം കുറഞ്ഞുകൊണ്ട് അടിയിൽ നല്ല പാറകളും ഒക്കെ ആയിട്ട് ഭയങ്കര റിസ്ക്കാണ് പോകാൻ. ഇവിടുന്ന് നടന്നാണോ അങ്ങോട്ടേക്ക്? അതെ, ഇവിടുന്ന് അങ്ങോട്ട് നടന്നിട്ട് ഏത് ഭാഗത്തുനിന്നാണ്? പ്ലാന്റേഷന്റെ മുകളിലായിട്ട് വരും, ഏറ്റവും ടോപ്പില് പൊയ്യന്റെ സൈഡിലായിട്ട് തന്നെ കിട്ടുന്നു. ഇനി സാധ്യതകളുണ്ട്, പക്ഷെ ഇപ്പൊ കിട്ടുന്നതിന് ഭയങ്കര അവസ്ഥയിലാണ്. കാരണം കുഴിച്ചിട്ടും മാന്തിയിട്ടൊക്കെയാണ്, പലതും മനസ്സിലാവുന്നതും കൂടിയില്ല. അതെ, അത് പല രീതിയിലാണ് ഇങ്ങനെ പൊട്ടി വന്നാലേ. പല രീതി പാറകൾക്കിടയിലുണ്ട്, മരത്തിന്റെ അടിയിലുണ്ട്, മണ്ണിന്റെ അടിയിലുണ്ട്. അതൊക്കെയാണ് അവസ്ഥ. ഒരു മൃതദേഹം പറഞ്ഞാൽ കാലില്ല, ബാക്കിയുള്ള അവയവങ്ങളാണ്. പിന്നെ ഒന്ന് അരക്ക് മേപ്പോട്ടുള്ളത്, പിന്നെ ഒരു കാലം കണ്ടാണ് കിട്ടിയിട്ടുള്ളത്. അതെ അതെ അതെ. ഈ ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ രക്ഷാപ്രവർത്തനം ഇവിടെ വലിയൊരു സന്നദ്ധ പ്രവർത്തകർ തന്നെയാണ് ഇതിന് നേതൃത്വപരമായ പങ്ക് തന്നെയാണ് വഹിക്കുന്നത്. ഈ നമ്മുടെ സഹോദരന്മാരുടെ കൂടപ്പറപ്പുകളുടെ ഈ മൃത ശരീര ഭാഗങ്ങൾ അവരോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അവസാനത്തെ ഒരു ബഹുമാനം എന്നുള്ള നിലയ്ക്ക് അവസാനത്തെ മൃതശരീര ഭാഗങ്ങൾ ഇവിടുന്ന് കണ്ടെത്തുക എന്ന കടമയാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേറെ തരത്തിലുള്ള ഉത്തരവാദിത്തമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള ഒരു കടമയാണ്. അപ്പൊ ഇന്നുള്ള പ്രശ്നം വെള്ളം ഇപ്പോൾ ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. ഈ കുറയുമ്പോൾ ഈ ചാലിയാറിന്റെ ഒരു പ്രശ്നം ഒഴുക്ക് കൂടുകയാണ്. അടിയിൽ മണല് കുറവാണ്, വെള്ളാരം കല്ലുകളും പാറക്കെട്ടുകളുമാണ്. അപ്പൊ അത് ചങ്ങാടം എത്തിക്കാനുള്ള ചില പ്രതിസന്ധി കാരണമാണ് ഇപ്പം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഇവിടെ ഉണ്ടായത്. അതെല്ലാം പ്രശ്നമില്ല, അതെല്ലാം ഒരു നീന്തി തന്നെ പിടിക്കും. പക്ഷെ ബോഡി മറിയുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ട വീണ്ടും ഒരു പ്രശ്നം. ഏതായാലും പരമാവധി നമ്മുടെ ഇവിടുത്തെ എല്ലാ ശരീരഭാഗങ്ങളും മൃതശരീരങ്ങളും നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും. ഇപ്പോ ഒരു കാരണവശാലും എത്തിത്തടാത്ത മൈന്യൂട്ടായിട്ടുള്ള സൂക്ഷ്മമായ പരിശോധനയാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുകൾ ഭാഗം ഏറെക്കുറെ ആക്യുറേറ്റ് ആയിട്ട് തന്നെ നമുക്കത് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇന്നലെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും സന്നദ്ധ പ്രവർത്തകരും എല്ലാം ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ലാതെ യോജിച്ചുള്ള പ്രവർത്തനമായിരുന്നു ഇന്നലെയും ഇവിടെ നടന്നിട്ടുള്ളത്. അത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ ഇനി ഒരു മൃതശരീരഭാഗവും ഇല്ല എന്നത് ഉറപ്പുവരുത്തുന്നതുവരെ നമ്മൾ ആകെ ഏറ്റെടുത്തു പോകും കൂട്ടായി. അതെ അതെ, ഏകദേശം 2-3 കിലോമീറ്റർ നമുക്ക് ഏറ്റിട്ട് ചുമന്നിട്ട് തന്നെ കൊണ്ടുവരണം. എന്നിട്ടാണെന്നാലേ നമുക്ക് ട്രാക്ടർ എത്തുന്നതിന് മാക്സിമം ട്രാക്ടറൊക്കെ എത്തുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ വഴിയില്ല, എല്ലാ ഭാഗങ്ങളും ഇടിഞ്ഞു പോയ ഭാഗങ്ങളാണ്. അപ്പം അതിൽ ഏറ്റിക്കൊണ്ടാന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കഷ്ടിച്ചേ പോകാൻ കഴിയുള്ളൂ. ചങ്ങാടത്തിൽ കൊണ്ടുവന്ന് അതെ അതെ, പിടുത്തം പൊട്ടിച്ച് കുത്ത് കിട്ടാണ്ട് നേരെ താഴത്തോട്ട് പോയി. പിന്നെ എല്ലാവരും ചാടി പിടിച്ചോണ്ട് ചങ്ങാടം ഇവിടെ അതെ അതെ, ഇവിടെ കോളനിയിലത്തെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി. അതെ 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 അതെ. ഇനി വരും ദിവസങ്ങളിലും ഈ പ്രവർത്തനങ്ങളായിട്ട് ഇവിടെ ഉണ്ടാവും. അതെ അതെ, അവസാനം വരെ എന്തായാലും തുടർച്ചയായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അല്പം മുമ്പാണ് ആ മൃതദേഹങ്ങൾ ലഭിച്ചത്. ഈ നേരത്തെ നമ്മൾ ദൃശ്യത്തിൽ കണ്ട ഈ പുഴ മുറിച്ച് കടന്ന ആ യുവാക്കളാണ് ഇവരുടെ നേതൃത്വത്തിൽ അങ്ങോട്ടേക്ക് പോയിട്ടാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയത്. ഇവർ പറയുന്നത് ഇനിയും മൃതദേഹങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ്. അപ്പം മൃതദേഹങ്ങൾ കണ്ടെത്തിയാൽ അത് ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് എന്നുള്ളതാണ്. അതിനിപ്പം അല്പം മുമ്പ് ഈ ട്രൈബൽസിന്റെ ചങ്ങാടം ഉപയോഗിച്ചാണ് അങ്ങോട്ടേക്ക് എത്തിച്ചത്. പക്ഷേ കുത്തൊഴുക്കിൽ പോയി അത് ഇങ്ങോട്ടേക്ക് വലിച്ചൊക്കെയാണ് എത്തിച്ചത്. ഏതായാലും ഇപ്പോഴും മൃതദേഹങ്ങൾ അവിടെയുണ്ട്, അത് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഷിജു ചിറ്റൂരിനൊപ്പം ജംഷീർ കുടിഞ്ഞി, മീഡിയ 1, നിലമ്പൂർ.